നമസ്കാരം, ഡിസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അമൃത വിനോദൻ, നന്ദന പ്രകാശ്. പ്രധാന വാർത്തകൾ. നാഷണൽ ഗെയിംസിൽ സ്വർണം കരസ്ഥമാക്കി കായികാധ്യാപകൻ അനീഷ് PS. കായിക മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ച് ഡിസ്റ്റ്. കൊച്ചി ബിനാലയിലെ കലാനുഭവം. ബിനാലെ സന്ദർശിച്ച് വിദ്യാർത്ഥികൾ. മൾട്ടിമീഡിയ വിദ്യാർത്ഥികൾക്കായി 3 ദിവസത്തെ പ്രൊഡക്ഷൻ സൗണ്ട് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. 8ാമത് മാസ്റ്റേഴ്സ് നാഷണൽ ഗെയിംസ് വേദിയിൽ കായികാധ്യാപകൻ അനീഷ് PS ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഇതിനോടൊപ്പം തന്നെ 2027 ജപ്പാനിൽ നടക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. പൂനെയിൽ നടന്ന 8ാമത് മാസ്റ്റേഴ്സ് നാഷണൽ ഗെയിംസിൽ ഹോക്കിയിൽ 30 വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടാൻ സാധിച്ചു. ഏകദേശം 8ഓളം സംസ്ഥാനങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ കേരളത്തെ 30 വയസ്സിന് മുകളിലും 40 വയസ്സിന് മുകളിലും 50 വയസ്സിന് മുകളിലും 3 വിഭാഗത്തിലാണ് കേരള ടീം പ്രതിനിധീകരിച്ചത്. അതിൽ 30 വയസ്സിനുള്ള ഇതിലാണ് നമുക്ക് സ്വർണ്ണ മെഡലും 50 വയസ്സിന് മുകളിൽ ബ്രോൺസ് മെഡലും ലഭിക്കുകയുണ്ടായി. ഏകദേശം 500ഓളം കായികർ പങ്കെടുത്ത നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിംസിൽ വൻ വിജയവും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം ജപ്പാനിൽ വെച്ച് നടക്കുന്ന ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്നോട് ഈ ടീമിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ സ്റ്റാഫിനോടും മാനേജറിനോടും എല്ലാവർക്കും ഈ നന്ദി ഞാൻ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ടീം അംഗങ്ങൾക്കും ആശംസകൾ നേരുന്നു. ഈ വർഷത്തെ ആനുവൽ സ്പോർട്സ് ഗെയിംസ് ആരംഭിച്ചു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ബാഡ്മിന്റൺ മത്സരം ഡീപോൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വോളിബോൾ, ത്രോ ബോൾ, ബാസ്കറ്റ്ബോൾ തുടങ്ങിയ മത്സര ഇനങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കും. 2025-26 അധ്യയന വർഷത്തെ കായിക മത്സരങ്ങൾക്ക് തുടക്കമായി. ആദ്യ ദിവസം ബാഡ്മിൻ്റൺ മത്സരത്തോടെ ഔട്ട്ഡോർ ഗെയിംസ് ആരംഭിച്ചു. വരും ദിവസങ്ങളിൽ വടംവലി, ത്രോ ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ടേബിൾ ടെന്നീസ്, ക്രിക്കറ്റ് തുടങ്ങിയ മത്സരങ്ങളും നടക്കും. നമ്മുടെ കോളേജിൻ്റെ ആനുവൽ സ്പോർട്സ് ആൻഡ് ആർട്സിൻ്റെ ദിവസങ്ങളാണിത്. ആർട്സ് കോമ്പറ്റീഷൻസ് എല്ലാം കഴിഞ്ഞു. ഇന്ന് നമ്മൾ സ്പോർട്സ് ഇവൻറ്റ്സ് തുടങ്ങിയാണ്. ഇന്ന് ഡീപോൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ആണ്. കോളേജ് സ്പോർട്സ് ഡേ ഫെബ്രുവരി 18-ാം തീയതി ആയിരിക്കും. അന്നേ ദിവസം അത്ലറ്റിക് മത്സരങ്ങളും നടക്കും. ആധുനിക കലയുടെ ആഗോളവേദിയായ മുസ്രിസ് ബിനാലെ അടുത്തറിയാൻ ECJ 3ാം വർഷ വിദ്യാർത്ഥികളും PG ജേർണലിസം വിദ്യാർത്ഥികളും കൊച്ചി ബിനാലെ കേന്ദ്രങ്ങളായ ആസ്പിൻവാൾ, പെപ്പർ ഹൗസ് എന്നിവിടങ്ങൾ സന്ദർശിച്ചു. കലയും ആശയങ്ങളും നഗരമാകെ പടർന്ന കൊച്ചി മുസ്രിസ് ബിനാലെ വേദി സന്ദർശിച്ച സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ECJ 3ാം വർഷ വിദ്യാർത്ഥികളും ജേർണലിസം PG വിദ്യാർത്ഥികളും ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻവാൾ ഹൗസും മട്ടാഞ്ചേരിയിലെ പെപ്പർ ഹൗസും കേന്ദ്രീകരിച്ചായിരുന്നു സന്ദർശനം. ആസ്പിൻവാൾ ഹൗസിലെ വിശാലമായ വെയർഹൌസ് ഇടങ്ങൾ ആഗോള സാമൂഹിക വിഷയങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ വൻകിട ഇൻസ്റ്റലേഷനുകളും ദൃശ്യാവിഷ്കാരങ്ങളും ബിനാലെയുടെ സമകാലീന സ്വഭാവം തുറന്നുകാട്ടി. ചരിത്ര കെട്ടിടങ്ങളുമായി ഇഴുകിച്ചേർന്ന ഈ കലാസൃഷ്ടികൾ ഓരോ ഇടത്തെയും സജീവമായ ദൃശ്യാനുഭവങ്ങളാക്കി മാറ്റി. പെപ്പർ ഹൗസിൽ വിചിത്രപരമായ ഘടനയോട് ചേർന്നൊരുക്കിയ സൈറ്റ് സ്പെസിഫിക് ഇൻസ്റ്റലേഷനുകളും വീഡിയോ അവതരണങ്ങളും ശ്രദ്ധേയമായി. പ്രകാശം, ശബ്ദം, ദൃശ്യങ്ങൾ എന്നിവ സംയോജിപ്പിച്ച കലാസൃഷ്ടികൾ അവിടം ഒരു സജീവ കലാവേദിയായി മാറ്റി. ആധുനിക കലയുടെ വിവിധ മുഖങ്ങൾ നേരിട്ടനുഭവിച്ച ഈ പഠനയാത്ര വിദ്യാർത്ഥികൾക്ക് ദൃശ്യ സംവേദനവും ആശയാവിഷ്കാരവും പുതിയ തലത്തിൽ മനസ്സിലാക്കാനുള്ള അവസരമായി. കലയും ഇടവും സമൂഹവും തമ്മിലുള്ള ബന്ധം തുറന്നുകാട്ടുന്ന ബിനാലെ ക്ലാസ് മുറിക്ക് പുറത്തുള്ള ഒരു വലിയ പഠനവേദിയായി മാറുകയായിരുന്നു. തിയറി പഠനത്തെ പ്രായോഗിക അനുഭവങ്ങളുമായി സംയോജിപ്പിക്കാൻ ഫിലിം ഷൂട്ടിങ്ങുമായി മൾട്ടിമീഡിയ വിദ്യാർത്ഥികൾ. 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച പ്രൊഡക്ഷൻ സൗണ്ട് വർക്ക്ഷോപ്പ് വിദ്യാർത്ഥികൾക്ക് വ്യവസായ മേഖലയിൽ നേരിട്ടുള്ള പരിശീലനവും പ്രവർത്തന അനുഭവവും ലഭിക്കുന്നതിന് അവസരമായി. The production sound workshop, organized by the School of Media and Communication, was curated specifically for the Multimedia 2024 batch, aiming to push students beyond the 4 walls of the traditional classroom. While theoretical knowledge provides the foundation, this workshop focused on the real world. It offered students a deep dive into the industrial experience, stimulating the high-pressure environment of the modern movie industry. Students were given hands-on access to industry-standard equipment, learning the art of capturing pristine dialogue and ambient textures directly on set. From mastering high-fidelity field recorders to the precision of boom operation, the 2024 batch moved from knowing the gear to operating the gear,
under professional conditions. As the workshop concluded, these future filmmakers walked away with the knowledge they gained and the technical confidence to ensure that in their future projects, every frame sounds as good as it looks. സൗണ്ട് ഫോർ വിഷ്വൽ മീഡിയ സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് മൾട്ടിമീഡിയ കുട്ടികൾക്ക് ഒരു പ്രൊഡക്ഷൻ സൗണ്ട് വർക്ക്ഷോപ്പാണ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാനുള്ള കാരണം കുട്ടികൾക്ക് സിങ്ക് സൗണ്ടിൻ്റെ എക്യുപ്മെൻറ്റ്സ് പരിചയപ്പെടുത്താൻ ഏറ്റവും എളുപ്പം പ്രൊഡക്ഷനിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു പ്രൊഡക്ഷൻ വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്തത്. വിദ്യാർത്ഥികളുടെ അക്ഷരപരിചയവും അറിവും പരീക്ഷിക്കാൻ വേർഡ് ക്വിസ് മത്സരം സംഘടിപ്പിച്ച് ലിറ്റററി ക്ലബ്. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഡിസ്റ്റ് സെമിനാർ ഹാളിൽ നടന്ന മത്സരത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 2 അംഗങ്ങളടങ്ങിയ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഡിസ്റ്റ് ലിറ്റററി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാക്കധിഷ്ഠിത മത്സരം വേർഡ് ക്വിസ്റ്റ് സെമിനാർ ഹാളിൽ വിജയകരമായി നടന്നു. വിദ്യാർത്ഥികളുടെ ഭാഷാ പരിചയവും തർക്കബുദ്ധിയും ചിന്താശേഷിയും പരീക്ഷിക്കുന്ന 3 റൗണ്ടുകളിലൂടെയായിരുന്നു മത്സരം. രാവിലെ 11:20 ആരംഭിച്ച മത്സരത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള 2 അംഗങ്ങളടങ്ങിയ ടീമുകൾ പങ്കെടുത്തു. വാക്കുപരിചയം, ലോജിക്കൽ തിങ്കിങ്, ക്വിക്ക് തിങ്കിങ് എന്നീ ഘട്ടങ്ങളാണ് റൗണ്ടുകളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മീഡിയ ഡിപ്പാർട്ട്മെന്റ് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും സ്വന്തമാക്കി. MAGMC 25 ബാച്ചാണ് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കരസ്ഥമാക്കിയത്. 1ാം സമ്മാനമായി 1000 രൂപയും 2ാം സമ്മാനമായി 700 രൂപയും വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം പരിപാടിയെ ശ്രദ്ധേയമാക്കിയതായി സംഘാടകർ അറിയിച്ചു. ഹായ്, മൈ നെയിം ഇസ് ദേവദത്ത് നായർ. ഞാൻ ഡിസ്റ്റിലെ ലിറ്റററി ക്ലബിന്റെ സെക്രട്ടറി ആണ്. സോ ഞങ്ങൾ ഇന്നിവിടെ ഫിനിഷ് ചെയ്ത് ഞങ്ങൾ കുറച്ച് നാളെ പ്ലാൻ ചെയ്തിരുന്ന വേർഡ് ക്വസ്റ്റ് എന്ന് പറഞ്ഞ ഇവന്റ് ആണ്. ഇതൊരു വേർഡ് ഹണ്ട് ആൻഡ് സ്പെല്ലിംഗ് ബി കമ്പൈൻ ആയിട്ട് ഒരു ലിറ്റററി ഇവന്റ് ആണ്. ഡിഗ്നിറ്റോര് വേർഡ് ഹണ്ട് കണ്ടപ്പോഴാണ് വയനാട് ലിറ്റററി ക്ലബിന്റെ പാർട്ടായിട്ട് ഇവന്റ് ചെയ്തിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അതിന് ഇവിടുത്തെ ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സും ക്രിസ്ത്യൻ മിസ്സും പോലെയുള്ള കുറെ പേരുടെ ഹാർഡ് വർക്കിന്റെ ഒരു എൻഡ് റിസൾട്ട് ആണ് ഇന്ന് നടന്ന ഇവന്റ്. അതിൽ വി ആർ വെരി ഗ്ലാഡ് ദാറ്റ് ഞങ്ങൾക്ക് വളരെ സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്യാൻ പറ്റി. 12 ടീംസ് ആൻഡ് ഞങ്ങൾക്ക് all 3 റൗണ്ട്സ് ഞങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റി. ആൻഡ് വി ആർ ഗ്രേറ്റ്ഫുൾ ടു ദ ടീം ആസ് വെൽ ആസ് ദ കോളേജ് ഫോർ ഓൾ ദി സപ്പോർട്ട് പ്രൊവൈഡഡ്. പുതിയ വെബ്സൈറ്റ് സംവിധാനം ഒരുക്കി ഡിസ്റ്റ് എക്സ്റ്റൻഷൻ സർവീസ്. കോളേജിന്റെ പഴയ വെബ്സൈറ്റ് ആണ് പുതിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ചിരിക്കുന്നത്. എക്സ്റ്റൻഷൻ സർവീസ് 2006 ലോഞ്ച് ചെയ്തത്. ആ സമയത്ത് തന്നെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ വെബ്സൈറ്റ് ഒട്ടും അപ്ഡേറ്റഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുന്നേ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുതിയ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടുതലായിട്ടും മറ്റു കോളേജുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെബ്സൈറ്റ് ഒന്ന് റിന്യൂ ചെയ്തു. അപ്പോൾ പുതിയതായിട്ട് വെബ്സൈറ്റ് റിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ഇപ്പോൾ 4 weeks to 6 weeks വരെ സ്റ്റുഡൻസിന് ഇൻറ്റേൺഷിപ്പ് ഡെസ്റ്റിൽ ചെയ്യാം. അത് അവർക്ക് സോഷ്യൽ വർക്ക് ടീച്ചേഴ്സിൻ്റെയും പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പാസ് ഔട്ടായി ഇറങ്ങുന്ന ഒരു സ്റ്റുഡൻസിന് ഇപ്പോൾ എവിടെയും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല, അപ്പോൾ അവർക്കൊരു ബ്രേക്ക് വരാതിരിക്കാൻ വേണ്ടി വോളണ്ടിയർ ആയിട്ട് നമുക്ക് ഡെസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതും നമ്മൾ ഇൻറ്റേൺഷിപ്പ് ഡീറ്റെയിൽസിൻ്റെ ഒപ്പം തന്നെ വോളണ്ടറി സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഡെസ്സിൽ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് പറയുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് 5,000 rupees ആണ്. 6 months to 1 year വരെ അവർക്ക് വോളണ്ടിയർ ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഡെസ്സിൽ പോകാം. അപ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പോൾ പുറത്തേക്ക് പോകാനായിട്ടാണെങ്കിലും അവർക്കത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ 4 weeks to 6 weeks വരെയാണ് ഇന്റേൺഷിപ്പിന് സ്റ്റുഡൻസ് മറ്റു കോളേജിൽ നിന്ന് നമ്മുടെ ഡെസ്സിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഇവർക്ക് പലതരം ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ നമ്മുടെ ടീച്ചേഴ്സ് വഴി തന്നെ നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ്, അതുപോലെ ഇവർക്ക് ഇന്റേൺഷിപ്പ് ഒബ്ജക്റ്റീവ്സ് എന്താണോ അത് നമ്മൾ ഇവിടെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. മനുഷ്യാത്മാവിന്റെ സൃഷ്ടിപരമായ നിലനിൽപ്പിനെ കുറിച്ചുള്ള ദൃശ്യാവിഷ്കാരവുമായി വിദ്യാർത്ഥികൾ. കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഭാഗമായാണ് സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ ആനിമേഷൻ വിദ്യാർത്ഥികൾ ഇൻസ്റ്റലേഷൻ അവതരിപ്പിച്ചത്. ദി ലാസ്റ്റ് എംബർ എന്ന ഇൻസ്റ്റലേഷൻ ഭാവിയിൽ മനുഷ്യന്റെ സൃഷ്ടിപരമായ ചിന്തകൾ നേരിടുന്ന വെല്ലുവിളികളെയാണ് അവതരിപ്പിച്ചത്. ക്രിയേറ്റിവിറ്റി, ഫ്യൂച്ചർ, ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി എന്ന വിഷയങ്ങളെ ആധാരമാക്കിയാണ് ദ ലാസ്റ്റ് എംബർ എന്ന ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. രണ്ടായി പിളർന്ന ഒരു വലിയ തലച്ചോറിനെ കാണിക്കുന്ന ഇൻസ്റ്റലേഷൻ മനുഷ്യന്റെ വളർച്ചയെയും അതോടൊപ്പം തന്നെ ശൂന്യതയെയും പ്രതിനിധീകരിക്കുന്നു. മെഷീൻസ് ടേക്ക് ഓവർ വെൻ ഹ്യൂമൻ സ്റ്റോപ്പ് ഇമാജിനിങ് എന്ന സന്ദേശം പകർന്നുകൊണ്ടായിരുന്നു ഈ ഇൻസ്റ്റലേഷൻ അവതരിപ്പിച്ചത്. ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഭാഗമായി അവതരിപ്പിച്ച ഈ ഇൻസ്റ്റലേഷൻ മനുഷ്യബുദ്ധിയോടൊപ്പം സാങ്കേതിക വിദ്യയും വളരേണ്ടതിന്റെ ആവശ്യകത മുന്നോട്ട് വച്ചു.
ബിയ ആനിമേഷൻ അവതരിപ്പിച്ച ഈ ഇൻസ്റ്റലേഷൻ പ്രേക്ഷകരിൽ ആഴത്തിലുള്ള ചിന്തകൾ ഉണർത്താൻ സഹായകമായി. നമുക്ക് ഒരു 2 months ago ജയിലിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഇൻസ്റ്റാളേഷന്റെ ഭാഗമായിട്ട് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു. അപ്പൊ അതിന് പോകാനായിട്ടുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി തന്നത് നമ്മുടെ മരിച്ചുപോയ ജിത്തുവാണ്. അതിലൂടെ സൗകര്യಕ್ಕೆ ഹെൽപ്പ് ചെയ്തു. അവിടെ പോയ എക്സ്പീരിയൻസ് ഇറ്റ് വാസ് ഗുഡ്. 5 ദിവസത്തെ വർക്ക് ആയിരുന്നു. 5 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾ ബേസ് ചെയ്ത് ഞങ്ങൾക്ക് ആസ് മീഡിയ സ്റ്റുഡൻസ് കിട്ടുന്ന ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് AI ഫീൽഡ് ഇൻ ഡിജിറ്റൽ ആർട്ട് അല്ലെങ്കിൽ AI ഫീൽഡ് ക്രിയേറ്റീവ് അപ്പോൾ അതിനൊരു ആൻസർ ആയിട്ടാണ് ഞങ്ങൾ ഇൻസ്റ്റാളേഷൻ കൊടുത്തത്. മലയാള മനോരമയുടെ ഈ വർഷത്തെ ബജറ്റ് പ്രഭാഷണം ബുധനാഴ്ച കൊച്ചിയിൽ നടന്നു. മുൻ ധനകാര്യ സെക്രട്ടറിയും സാമ്പത്തിക വിദഗ്ധനുമായ സുഭാഷ് ചന്ദ്രകാർക്ക് മുഖ്യ പ്രഭാഷണം നടത്തി. മലയാള മനോരമ സംഘടിപ്പിക്കുന്ന 27ാമത് ബജറ്റ് പ്രഭാഷണമാണിത്. ലേ മെറിഡിയൻ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച പരിപാടിയിൽ കോളേജിലെ MBA, MHRM 1ാം വർഷ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മലയാള മനോരമയുടെ ഈ വർഷത്തെ ബജറ്റ് പ്രഭാഷണം ബുധനാഴ്ച വൈകിട്ട് കൊച്ചിയിലെ ലേ മെറിഡിയൻ ഇന്റർനാഷണൽ കോൺവെൻഷൻ സെന്ററിൽ നടന്നു. മുൻ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമായ സുഭാഷ് ചന്ദ്രകാർഗ് പ്രഭാഷണം നടത്തി. മലയാള മനോരമ സംഘടിപ്പിച്ച 27ാമത് ബജറ്റ് പ്രഭാഷണത്തിൽ ഇന്ത്യയുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി, ബജറ്റ് നയങ്ങൾ, തൊഴിൽ മേഖലാ വിപണി പ്രവണതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ വെല്ലുവിളികളായ തൊഴിലില്ലായ്മ, വിദേശ നിക്ഷേപത്തിന്റെ കുറവ്, ആഗോള വിപണി അനിശ്ചിതത്വങ്ങൾ എന്നിവയും പ്രഭാഷണത്തിൽ വിശദീകരിച്ചു. MBA, HRM 1ാം വർഷ വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം പ്രഭാഷണത്തിന്റെ പ്രത്യേകതയായി. പരിപാടി പങ്കെടുത്തവരിൽ നിന്ന് മികച്ച പ്രതികരണം നേടി. ടിപ്പ് ഓഫ് ദി ഡേയുമായി സ്കൂൾ ഓഫ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അധ്യാപകൻ ഷെഫിൻ ഫ്രാൻസിസ് ഡിസ് ന്യൂസിനോടൊപ്പം ചേരുന്നു. A student always sat at the last bench of the class. His thoughts were, I am not courageous enough. I am not confident enough. These thoughts buried his dreams under the fear. He saw every day his batchmates, his classmates succeeding in the class. One day he decided, I will raise my hand. I will ask a question. I will open the book. That day onwards, his life was completely changed. He became one of the successful person in the class. The thought which he had in his mind that the small step, if I take a small step, it will change my life. So always you should have the courage to take a small step. Unless and until you are taking a small step with courage, you will not succeed in your life. Always, if you are having fear, if you are having any negative thought, just remove it. With courage, take small step and be successful. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാഷണൽ ഗെയിംസിൽ സ്വർണം കരസ്ഥമാക്കി കായിക അധ്യാപകൻ അനീഷ് PS. കായിക മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ച് ഡിസ്റ്റ്. കൊച്ചി ബിനാലയിലെ കലാനുഭവം. ബിനാലെ സന്ദർശിച്ച് വിദ്യാർത്ഥികൾ. മൾട്ടിമീഡിയ വിദ്യാർത്ഥികൾക്കായി 3 ദിവസത്തെ പ്രൊഡക്ഷൻ സൗണ്ട് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.